പാലാ നഗരസഭയുടെ പുതിയ അധ്യക്ഷയായി മായ രാഹുൽ. LDFും കോൺഗ്രസ് വിമതരും മായ രാഹുലിന് വോട്ട് ചെയ്തു. മായയ്ക്ക് കിട്ടിയത് 16 വോട്ടാണ്. അതേസമയം റിയയ്ക്ക് കിട്ടിയത് 10 വോട്ട്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ എന്ന രീതിയിൽ നേരത്തെ ദിയ പുളിക്കക്കണ്ടം പേരെടുത്തിരുന്നു. എന്നാൽ വെറും 6 മാസത്തെ ഭരണത്തിനു ശേഷം LDF അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് ദിയ ബിനു പുളിക്കക്കണ്ടം പുറത്തായ സാഹചര്യത്തിലാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നത്. കോൺഗ്രസിലെ 4 കൗൺസിലർമാരുടെയും സ്വതന്ത്രയായ നഗരസഭാ ഉപാധ്യക്ഷയുടെയും വോട്ടിന്റെ പിൻബലത്തിലായിരുന്നു LDFന്റെ അവിശ്വാസ പ്രമേയം അന്ന് പാസായത്. ചർച്ചയിൽ പങ്കെടുക്കരുത് എന്ന പാർട്ടി വിപ്പ് ലംഘിച്ചാണ് 4 കോൺഗ്രസ് കൗൺസിലർമാർ അവിശ്വാസത്തിന് അനുകൂലമായി വോട്ട് ചെയ്തത്. റിയ ബിനു ഉൾപ്പെടുന്ന സ്വതന്ത്ര കൂട്ടായ്മ ഭരണത്തിനെതിരെ കോൺഗ്രസ് അംഗങ്ങളുടെ എതിർപ്പ് ഉയർന്നതോടെയാണ് LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ തീരുമാനിച്ചത്. ഭരണം നഷ്ടപ്പെടുത്തുന്ന തീരുമാനം എടുക്കരുതെന്ന് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിരുന്നുവെങ്കിലും അത് അനുസരിച്ചിരുന്നില്ല. അതേസമയം ജില്ലയിലെ UDF നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ടെന്നും വിപ്പ് ലംഘിച്ചാൽ കടുത്ത അച്ചടക്ക നടപടിയുണ്ടാകുമെന്നും നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പുളിക്കക്കണ്ടം കുടുംബത്തിലെ 3 പേരും കോൺഗ്രസ്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും സ്വതന്ത്രരുമടക്കം 14 പേരായിരുന്നു ഭരണപക്ഷത്തുണ്ടായിരുന്നത്. ഇതിൽ കോൺഗ്രസ് ആണ് സ്വതന്ത്ര കൂട്ടായ്മയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചുവെന്ന് ആദ്യം പ്രഖ്യാപിച്ചത്. എന്തായാലും പാലാ നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തിന് തനിക്കും അർഹതയുണ്ടെന്ന് കോൺഗ്രസ് വിമത മായ രാഹുൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. വിജയിച്ച 4 സ്വതന്ത്രരിൽ ഒരാളായ മായ കൂടി പിന്തുണച്ചാൽ മാത്രമേ UDFന് കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാൻ സാധിക്കൂ എന്ന അവസ്ഥയായിരുന്നു. ആദ്യ ടേം അധ്യക്ഷ സ്ഥാനം വേണമെന്ന ആവശ്യം മായ UDF നേതൃത്വത്തെ അറിയിച്ചു. എന്തായാലും സ്വതന്ത്രർ ഭരണം തീരുമാനിക്കുന്ന പാലാ നഗരസഭയിൽ സ്വതന്ത്രരുടെ പിന്തുണ UDF നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ്. മുൻ CPM അംഗം ബിനു പുളിക്കക്കണ്ടം, മകൾ ദിയ, സഹോദരൻ ബിജു എന്നിവർക്കൊപ്പം കോൺഗ്രസ് വിമതയായി മത്സരിച്ചു ജയിച്ച മായ രാഹുലും പിന്തുണ നൽകുമെന്ന് നേരത്തെ കണക്കുകൂട്ടിയിരുന്നു. കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 14 സീറ്റിലേക്ക് എത്താൻ UDFന് മായയുടെ പിന്തുണ കൂടി ആവശ്യമായിരുന്നു. ബിനു പുളിക്കക്കണ്ടത്തിന്റെ മകൾക്ക് ചെയർപേഴ്സൺ സ്ഥാനം നൽകി ഭരണം ഉറപ്പാക്കാൻ തീരുമാനിച്ച UDFന് മേൽ അന്ന് വെള്ളിടിയായി മാറുകയായിരുന്നു മായയുടെ അവകാശവാദം. എന്തായാലും ബിനു പുളിക്കക്കണ്ടവും കുടുംബാംഗങ്ങളും UDFനെ പിന്തുണയ്ക്കുകയും മായ LDFനെ പിന്തുണയ്ക്കുകയും ചെയ്താൽ ഇരു മുന്നണികളും തമ്മിൽ 13 സീറ്റ് വീതം തുല്യത പാലിക്കുമെന്ന അവസ്ഥയിൽ വരെ എത്തിയതാണ്. എന്തായാലും അങ്ങനെയൊക്കെയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെ മാത്രമേ അധ്യക്ഷയെ തെരഞ്ഞെടുക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. നഗരസഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ സതീഷ് ചെല്ലാനിയെ തോൽപ്പിച്ചാണ് മായ വിജയിച്ചത്. പ്രതിസന്ധി മറികടക്കാൻ UDF അനുനയ നീക്കം സജീവമാക്കിയിരുന്നു. എന്തായാലും ദിയ ബിനു പുളിക്കക്കണ്ടത്തിന്റെ പുറത്താക്കലിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ മായ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത്.